പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ ആധുനിക ജീവിതശൈലിയും പുരാതന പാരമ്പര്യവും കൈമുതലാക്കിയ ഛത്തീസ്ഗഡിലെ ഒരു ജില്ല. പച്ചപ്പട്ടണിഞ്ഞ നിരവധി മലകളാൽ നിറഞ്ഞതും നിരവധി പുരാതന ഗുഹകളും ക്ഷേത്രങ്ങളും ആകർഷകമായ അനേകം സുന്ദര ദൃശ്യങ്ങളും ഒളിപ്പിച്ചു വെച്ച് സഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും ആകർഷിക്കുന്ന നാട്. ഛത്തീസ്ഗഡിലെ ഷിംല എന്നറിയപ്പെടുന്ന ജില്ല സർഗുജ. അംബികാപൂർ ആണ് ജില്ലാ ആസ്ഥാനം. 5019 സ്ക്വയർ കിലോമീറ്ററാണ് ജില്ലയുടെ ഇപ്പോഴത്തെ വിസ്തീർണം. ഈ ജില്ലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കരുത്. കൂടാതെ യാത്രകൾ ഇഷ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ലിസീസ് വ്ലോഗിലെ ഒരു പുതിയ ജില്ലയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഛത്തീസ്ഗഡിന്റെ വലതു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ജില്ലയായ സർഗുജ കൃഷിസ്ഥലങ്ങളാലും മലനിരകളാലും സമ്പന്നമാണ്. ഇവിടുത്തെ ഏറ്റവും പഴയ ജില്ലകളിൽ ഒന്നാണ് സർഗുജ. 1818 മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ സർഗുജ, കോറിയ, ചാങ് ബഗാർ എന്നീ നാട്ടുരാജ്യങ്ങളുടെ നിയന്ത്രണം നേടി. 1951 സർഗുജ മധ്യപ്രദേശിന്റെ ഭാഗമായി. 2000 ഛത്തീസ്ഗഡ് രൂപീകരിച്ചപ്പോൾ അതിന്റെ ജില്ലകളിൽ ഒന്നായി. ജനസംഖ്യ ഏകദേശം 8,40,000 ആണ്. 57% ആളുകളും പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. 2000 ഛത്തീസ്ഗഡ് രൂപീകരിച്ചപ്പോൾ സർഗുജ ഛത്തീസ്ഗഡിന്റെ ജില്ലയായി. പിന്നീട് സർഗുജയെ വിഭജിച്ച് സൂരജ്പൂർ, ബൽറാംപൂർ എന്നിങ്ങനെ 2 പുതിയ ജില്ലകൾ കൂടി രൂപീകരിച്ചു. സർഗുജ ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വിന്ധ്യ സത്പുര പർവ്വതങ്ങളുടെ ഭാഗമായ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ജില്ലയുടെ വടക്കൻ ഭാഗങ്ങൾ പ്രധാനമായും പീഠഭൂമികളും കുന്നിൻ പ്രദേശങ്ങളുമാണ്. ഇത് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായി വരും. പ്രധാന നദികൾ രേണ്ട്, കാൻഘർ, ഗോപാൽ എന്നിവയാണ്. ചുവന്നതും മഞ്ഞ കലർന്നതുമായ മണ്ണാണ് കാണപ്പെടുന്നത്. ഇതിൽ ഇരുമ്പിന്റെ അംശം വളരെ കൂടുതലാണ്. ധാതു സമ്പന്നമായ പ്രദേശമാണിത്. ഛത്തീസ്ഗഡിലെ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് സർഗുജ. ജിൽഹിമിലി, ബിഷ്റാംപൂർ, ലഖൻപൂർ എന്നിവിടങ്ങളിൽ കൽക്കരി ഖനനം ചെയ്യുന്നു. അംബികാപൂരിനടുത്ത് മൈൻപാട്, സാമരിപ്പാട് എന്നിവിടങ്ങളിൽ ബോക്സൈറ്റ് നിക്ഷേപവും ഉണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന അടിസ്ഥാനം കൃഷിയാണ്. ചുവന്നതും മഞ്ഞ കലർന്നതുമായ മണ്ണായതിനാൽ മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണ് പ്രധാനം. നെല്ല്, ചോളം, കടല, തുവര, ഉഴുന്ന്, കടുക്, എള്ള്, ഉരുളക്കിഴങ്ങ് എന്നിവയാണ് പ്രധാന കൃഷികൾ. ജലസേചന സൗകര്യങ്ങൾ പരിമിതമായതിനാൽ പരമ്പരാഗത ഗോത്രവർഗ കൃഷിരീതികളാണ് സ്വീകരിച്ചു പോരുന്നത്. വ്യവസായങ്ങൾ ധാതുക്കളുമായി ബന്ധപ്പെട്ടതാണ്. കൽക്കരി, ബോക്സൈറ്റ് ഖനനം, പവർ പ്ലാന്റ്സ്, റൈസ് മിൽസ്, ചെറുകിട വനവിഭവങ്ങളെ ആശ്രയിച്ചുള്ള വ്യവസായങ്ങൾ എന്നിവയാണ് സർഗുജയുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. സർഗുജ ജില്ലയുടെ ആസ്ഥാനമായ അംബികാപൂർ വിദ്യാഭ്യാസ കേന്ദ്രമായി വളർന്നിട്ടുണ്ട്. സന്ത് ഗഹിര ഗുരു യൂണിവേഴ്സിറ്റി സർഗുജ വിശ്വവിദ്യാലയം എന്നറിയപ്പെടുന്നു. സർഗുജ, സൂരജ്പൂർ, ബൽറാംപൂർ, ജഷ്പൂർ, കോറിയ തുടങ്ങിയ ജില്ലകളിലെ കോളേജുകൾ ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. രാജ്മോഹിനി ദേവി അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്റർ, ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജ് അംബികാപൂർ, വിവിധ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക്, നഴ്സിംഗ് കോളേജുകൾ ഇവയെല്ലാമാണ് ഇവിടുത്തെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഗോത്രവർഗക്കാരുടെ ജനസംഖ്യ കൂടുതലുള്ള പ്രദേശമായതിനാൽ വിദൂര ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസം, സാക്ഷരത എന്നിവയെല്ലാം ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. എങ്കിലും സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണങ്ങൾ: മൈൻപാട് ഛത്തീസ്ഗഡിന്റെ ഷിംല എന്നറിയപ്പെടുന്നു. തണുപ്പുള്ള കാലാവസ്ഥയിൽ പച്ച പുതച്ചു നിൽക്കുന്ന പീഠഭൂമിയാണിത്. ടൈഗർ പോയിന്റ് വാട്ടർഫാൾ, വിവിധ ബുദ്ധാശ്രമങ്ങൾ. 1960കളിൽ ടിബറ്റൻ അഭയാർത്ഥികളെ ആദ്യമായി റീസെറ്റിൽ ചെയ്ത സ്ഥലങ്ങളിലൊന്നാണ് സർഗുജ. അതുകൊണ്ട് തന്നെ ടിബറ്റൻ സാംസ്കാരിക സ്വാധീനം ഇവിടെ കാണപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും പഴയ നാട്യശാലയായി കണക്കാക്കുന്ന സീതാഭംഗ്ര ഗുഹ, ശിലാലിഖിതങ്ങൾക്ക് പ്രശസ്തമാണ് ഈ ഗുഹ. ലക്ഷ്മൺ ഗുഹ, വനവാസകാലത്ത് രാമനും ലക്ഷ്മണനും ഇവിടെ താമസിച്ചിരുന്നതായി ഐതിഹ്യമുണ്ട്. കാളിദാസ ബന്ധം, മഹാകവി കാളിദാസൻ മേഘസന്ദേശം ഇവിടെ വെച്ചാണ് എഴുതിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കൈലാഷ് ഗുഹ, പച്ചപ്പുള്ള വനങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഗുഹ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു. പാരമ്പര്യത്തിനും പൈതൃകത്തിനും ഊന്നൽ നൽകുമ്പോഴും വളരെ ആധുനികമായിട്ടുള്ള ജീവിത നിലവാരം ഉയർത്താനും നിലനിർത്താനും സർഗുജ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ടൂറിസം, വിവിധ ഖനന പ്രദേശങ്ങൾ തുടങ്ങിയവ സാഹസിക യാത്രക്കാർ, ചരിത്ര അന്വേഷികൾ എന്നിവരുടെ മനം മയക്കുന്നു. ഇങ്ങനെയുള്ള നിരവധി കാഴ്ചകളുമായിട്ട് സർഗുജ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
അടുത്ത ഒരു ജില്ലയുടെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ നന്ദി. പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക. താമസിക്കേണ്ട. ബൈ.